Hi everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ സെക്കൻഡ് ആൻഡ് തേർഡ് വേർഷൻസ്. ഫസ്റ്റ് സെക്കൻഡ് വേർഷൻ നോക്കാം. സെക്കൻഡ് വേർഷൻ പറയുന്നത് ലെറ്റ് ജി ബി എ ബൗണ്ടഡ് ഓപ്പൺ സെറ്റ് ഇൻ സി ആൻഡ് സപ്പോസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ജി ക്ലോഷർ which is analytic in G, then maximum of modulus of f of z, such that z belongs to G closure is equal to maximum of modulus of f of z such that z belongs to dou G. അതായത് മാക്സിമം നടക്കുക എപ്പോഴും മോഡ് എഫ് ഓഫ് സെറ്റിൻ്റെ എഫ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റിൻ്റെ മാക്സിമം നടക്കുക എപ്പോഴാണ് ബൗണ്ടറിയിലാണ് നടക്കുക. അതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ജി എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സെറ്റാണ്. ജി ഈസ് ബൗണ്ടഡ്. അപ്പോൾ ജി ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ജിയിലൊരു എന്താ പറയുക മാക്സിമം പോയിൻ്റ് അറ്റൈൻ ചെയ്യും. അതായത് നമുക്ക് ജി ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജി ക്ലോഷറിൽ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ആയിരിക്കും ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ജി ക്ലോഷർ. അതായത് എന്തായാലും ബൗണ്ടഡ് ആയതുകൊണ്ട് എഫ് മാക്സിമം അതിൻ്റെ ക്ലോഷറിലെങ്കിലും അറ്റൈൻ ചെയ്യുമെന്നുള്ളതുണ്ടല്ലോ. കാരണം എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലോഷറിൽ ഒരു എ പറഞ്ഞ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് അവിടെയായിരിക്കും ഫംഗ്ഷൻ മാക്സിമം നടക്കുക. അപ്പോൾ ക്ലോഷറിൽ എന്തായാലും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. ഇനി ഇഫ് എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഇഫ് എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രിവിയലി എന്താണ് എഫ് ഓഫ് എ, അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എല്ലാ പോയിന്റിലും ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതില്ലേ നമുക്കത് ട്രിവിയലാണ് അല്ലേ. ബൗണ്ടറിയിലും ഉള്ളിലും ഒക്കെ ഒരുപോലെ വാല്യൂ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ബൗണ്ടറിയിൽ തന്നെ മാക്സിമം നടക്കാൻ നമുക്ക് പറയാം. കാരണം എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ അത് ട്രിവിയലാണ്. ഇഫ് എഫ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, ഇഫ് എഫ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്, എഫ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കാരണം നമ്മൾ പറഞ്ഞു ഒരു എ ബിലോങ്സ് ടു ജി ക്ലോഷർ ഉണ്ടാവും സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് സെഡ് ആയിട്ടുള്ളത്. ഇഫ് എ ഈസ് ഇൻ എ ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഡോ ജി, അതായത് ബൗണ്ടറിയിലല്ലാതെ ജീൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം മോഡുലസ്, അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഇൻറ്റീരിയർ പോയിന്റിൽ മാക്സിമം അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് വേർഷൻ ഓഫ് മാക്സിമം മോഡുലസ് തിയറം പ്രകാരം നമുക്ക് പറയുന്നുണ്ട് അങ്ങനെ ഇൻറ്റീരിയറിൽ മാക്സിമം നടക്കുകയാണെങ്കിൽ എഫ് റെഡ്യൂസസ് ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഇത് കോൺട്രഡിക്ഷൻ ആകും. കാരണം എഫ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് വേണം, എ ബിലോങ്സ് ടു ഡോ ഓഫ് ജി ആവണം, അതായത് ബൗണ്ടറിയിൽ വരണം. അപ്പോൾ ഇങ്ങനെ ഒരു എ ഉണ്ടാവും. അപ്പോൾ അത് എവിടെയാണ് ആ എ ഉണ്ടാവുക, ബൗണ്ടറി ഓഫ് ജിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മാക്സിമം ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെഡ് ബിലോങ്സ് ടു ജി ക്ലോഷർ ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെഡ് ബിലോങ്സ് ടു ഡോ ജി. അത് ക്ലിയർലി നമുക്ക് ഫസ്റ്റ് മാക്സിമം മോഡുലസ് തിയറത്തിൻ്റെ ഫസ്റ്റ് വേർഷനിൽ നിന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വേർഷൻ നോക്കാം. അപ്പോൾ തേർഡ് വേർഷൻ നോക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒന്ന് രണ്ട് ഡെഫിനിഷൻസ് പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഇഫ് എഫ് ഫ്രം ജി ടു ആർ ആൻഡ് എ ബിലോങ്സ് ടു ജി ക്ലോഷർ or a equal to infinity, then the limit superior of f of z as z approaches a denoted by limit z tends to a supremum of f of z and is defined by limit z tends to a supremum of f of z is equal to limit r tends to 0 plus supremum of f of z such that z belongs to g intersection bar. ഇതാണ് എന്ത് പറയുന്നത്, ലിമിറ്റ് സുപ്പീരിയർ ഓഫ് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ആസ് സെറ്റ് ടെൻസ് ടു എ ലിമിറ്റ് സുപ്പീരിയർ ഓഫ് എഫ് ഓഫ് സെറ്റ്. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് സുപ്രീമം ഓഫ് എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു ജി ഇൻ്റർസെക്ഷൻ ബി എ ആർ. അപ്പം ജി ഇൻ്റർസെക്ഷൻ ബി എ ആറിലായിട്ടുള്ള സെറ്റുകളിൽ എഫ് ഓഫ് സെറ്റിൻ്റെ സുപ്രീം എടുക്കും ആൻഡ് ആർ ലെറ്റിംഗ് ആർ ടെൻസ് ടു 0.
ഇതാണ് ലിമിറ്റ് സുപ്പീരിയറിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ വേർ എ ബിലോങ്സ് ടു ജി ക്ലോഷർ ഓർ എ ഈക്വൽ ടു ഇൻഫിനിറ്റി. അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റ് ഇൻഫീരിയറും ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. ലിമിറ്റ് ഇൻഫീരിയർ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് ടെൻസ് ടു എ ഈസ് ഡിഫൈൻഡ് ബൈ which is equal to limit r tends to 0 plus infimum of f of z such that z belongs to g intersection BAR എന്ന് പറയും. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ലിമിറ്റ് z tends to a f of z exceeds if and only if limit z tends to a supremum of f of z and limit z tends to a limit inferior of f of z as z tends to a are both exits, and this limit z tends to a f of z equal to some alpha if and only if limit superior of f of z is equal to limit inferior of f of z is equal to alpha. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേസ് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വേറൊരു ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്, ഡെഫിനിഷൻ എന്നല്ല, നമ്മളൊരു ഇപ്പോൾ ജി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് സി ആണെന്ന് എടുക്കാം. ദെൻ ഡോ ഇൻഫിനിറ്റി ജി എന്ന് പറയുന്നത് ബൗണ്ടറി ഓഫ് ജി ആണ്. ബൗണ്ടറി ഓഫ് ജി ഇൻ സി ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ദ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിനിലുള്ള ബൗണ്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡോ ഇൻഫിനിറ്റി ജി എന്ന് പറയാം. അപ്പോൾ ജി ഒരു ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ, ഇഫ് ജി ഈസ് ബൗണ്ടഡ് ദെൻ ഡോ ഇൻഫിനിറ്റി ജിയും ഡോ ജിയും എന്ത് തന്നെയായിരിക്കും, ഒന്ന് തന്നെ. കാരണം ഇൻഫിനിറ്റി ബൗണ്ടഡ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ടേം ജിയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് എക്സ്റ്റെൻഡഡിലും അതിൻ്റെ എന്താ പറയുക അല്ലാത്തയിടത്തൊക്കെ അതിൻ്റെ ബൗണ്ടറി എന്ത് തന്നെയായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. ആൻഡ് ജി അൺബൗണ്ടഡ് ആണെങ്കിൽ ഡോ ഇൻഫിനിറ്റി ജി എന്ന് പറയുമ്പോൾ ഡോ ജി യൂണിയൻ സെറ്റ് ഇൻഫിനിറ്റി ആവും ഇഫ് ജി ഈസ് അൺബൗണ്ടഡ്. അതാണ് നമുക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ. ഇനി ഇതൊക്കെ കൂടി ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മുടെ മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിളിൻ്റെ തേർഡ് വേർഷൻ. അപ്പോൾ മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിളിൻ്റെ തേർഡ് വേർഷൻ ഇതാണ്. ലെറ്റ് ജി ബി എ റീജിയൻ ഇൻ സി ആൻഡ് എഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ ജി. Suppose there is a constant capital M such that limit superior of f of z less than or equal to M for all a in dou infinity G. Then modulus of f of z less than or equal to M for all z in G. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് തേർഡ് വേർഷനിൽ പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് അനലിറ്റിക് ആണ്, ദെൻ ജി is a region and there is a constant M such that limit superior of f of z is less than or equal to M for all a in dou infinity G. Then we have to show that modulus of f of z less than or equal to M for all z in G. ഇനി നമുക്കിത് എങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യുക. ചൂസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആർബിട്രറി. ആൻഡ് എച്ച് എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ എടുക്കുന്നത് സെറ്റ് ഓഫ് ഓൾ സെഡ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ. ഇതായിട്ട് നമ്മൾ എച്ച് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, എച്ച് ഈക്വൽ ടു എം ടി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിൻ്റെ അർത്ഥം ഇത് ഇങ്ങനൊരു പോയിന്റ് ഇല്ല അല്ലേ, ദർ ഈസ് നോ സെഡ് ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എഫ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതല്ലേ എച്ച് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, മോഡ് എഫ് ഓഫ് സെറ്റ് എന്തായിരിക്കും, സ്ട്രിക്ട്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ എച്ച് എന്ന് പറഞ്ഞ സെറ്റ് എം ടി ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എച്ചിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് ഇസ് ഈക്വൽ ടു മോഡ് എഫ് ഇൻവേഴ്സ് ഓഫ് എം പ്ലസ് ഡെൽറ്റ ഇൻഫിനിറ്റി എന്ന് എഴുതിക്കൂടെ. അപ്പോൾ എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, സോ മോഡ് ഓഫ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. അപ്പോൾ ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഒരു ഓപ്പൺ സെറ്റ് അണ്ടർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓപ്പൺ. സോ എച്ച് ഈസ് ഓപ്പൺ, എച്ച് ഓപ്പൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നൗ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, സുപ്രീമം സുപ്പീരിയർ ഓഫ് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ആസ് സെഡ് ടെൻസ് ടു എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ്
ലിമിറ്റ് സുപ്പീരിയറിൻ്റെ ഡെഫിനിഷൻ ലിമിറ്റ് ആർ ടെൻസ് ടു 0 പ്ലസ് സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ്, സുപ്രീമം ഓഫ് മോഡുലസ് ഇല്ല, എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെഡ് ബിലോങ്സ് ടു ജി ഇൻ്റർസെക്ഷൻ ബി എ ആർ എന്നാണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് നമുക്ക് പറയാം ബൈ ഡെഫിനിഷൻ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആവുക ഫോർ ഓൾ എ ഇൻ ഡോ ഇൻഫിനിറ്റി ജിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ ഓൾ എ ഇൻ ഡോ ഇൻഫിനിറ്റി ജി എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ബോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ ഓൾ എ ഇൻ ഡോ ഇൻഫിനിറ്റി ജി വി ക്യാൻ ഫൈൻഡ് എ ബോൾ ബി എ ആർ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ, ഹിയർ വി ഹാവ് ലിമിറ്റ് സുപ്രീമം ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ്. അപ്പോൾ ഇവിടെ മോഡ് എഫ് ഓഫ് സെറ്റ് എന്നാവും മോഡ് എഫ് ഓഫ് സെറ്റ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് ഇതിൻ്റെ സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഓപ്പൺ ബോൾ എടുത്തു കഴിഞ്ഞാൽ മോഡ് എഫ് ഓഫ് സെറ്റ് എന്തായിരിക്കും, ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റ ആയിരിക്കും അല്ലേ, ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റ ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ജി ഇൻ്റർസെക്ഷൻ ബി എ ആർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള, കാരണം ഇതിൽ നമുക്ക് ആർ ടെൻസ് 0 പ്ലസ് ആവുന്ന ഏത് ബി എ ആർ എടുത്താലും നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബി എ ആർ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ഇത് മൊത്തം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റ, ആസ് ഡെൽറ്റ ടെൻസ് ടു 0 വി ഹാവ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. സോ ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ജി ഇൻ്റർസെക്ഷൻ ബി എ ആർ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയാം. കാരണം ഈ ഒരു ലിമിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ അതായത് നമുക്ക് കിട്ടിയത് ഇതാണ്, മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റയാണ് ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു ജി ഇൻ്റർസെക്ഷൻ ബി എ ആർ വേർ എ ബിലോങ്സ് ടു ഡോ ഇൻഫിനിറ്റി ജി. അതായത് ജി എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ജി എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്. ആ ജീൻ്റെ ബൗണ്ടറിയിലുള്ള ഒരു പോയിൻ്റാണ് എ. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്സെറ്റ് ഓഫ് ജി ആണ്, കാരണം സെറ്റ് ഓഫ് ഓൾ സെറ്റ് ബിലോങ്സ് ടു ജി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എച്ചിന് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാവാം, ഉള്ളിലുള്ള ഒരു സെറ്റായിരിക്കും. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇതിൻ്റെ എച്ച് എന്ന് പറഞ്ഞാൽ ക്ലിയർലി ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റാണ് വരിക. അപ്പോൾ വേണമെങ്കിൽ എച്ച് എന്താവാം, ഇതിലെ ബൗണ്ടറിയിലൂടെ കടന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എച്ച് ഒരു ഓപ്പൺ സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ, കാരണം ജി ഒരു റീജിയൻ ആണ്, അപ്പോൾ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എച്ച് വേണമെങ്കിൽ ബൗണ്ടറിയിലൂടെ കടന്ന് പോകാം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ കടന്നു പോകൂല. കാരണം എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ബൗണ്ടറിയിൽ എടുക്കുമ്പോൾ നമുക്ക് ജി ഇൻ്റർസെക്ഷൻ ബി ആർ നമുക്കൊരു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ എന്തായിരിക്കും, മോഡ് എഫ് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ അതും ഈ എച്ചും തമ്മിൽ ഇൻ്റർസെക്ഷൻ വരൂല. അപ്പോൾ ദാറ്റ് ഈസ് എച്ച് ഇൻ്റർസെക്ഷൻ ഈ ബി എ ആർ എന്തായിരിക്കും, ഫൈ ആയിരിക്കും. കാരണം എന്താ, എച്ചിൽ നമുക്ക് ഇത് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റയാണ്. ഈ ഓപ്പൺ ബോളിലാണെങ്കിലോ ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റയാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യൂല. അപ്പോൾ എച്ച് ഇൻ്റർസെക്ഷൻ ബി ആർ എന്തായിരിക്കും, ഈക്വൽ ടു ഫൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആവില്ല. എ ഈസ് നോട്ട് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൗണ്ടറിയത്തെ പോയിന്റ്സ് ഒന്നും, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി പോയിന്റ് ആണ് ബൗണ്ടറിയിലുള്ളത്. അപ്പോൾ ബൗണ്ടറിയത്തെ പോയിന്റ്സ് ഒന്നും ഇതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എച്ചിൻ്റെ ക്ലോഷർ കംപ്ലീറ്റ്ലി എവിടെ ഇരിക്കും, ഇൻസൈഡ് ജി തന്നെയായിരിക്കും. കാരണം ഈ ബൗണ്ടറിയിൽ വരൂല, ബൗണ്ടറിയിൽ ക്ലോഷർ വരില്ല, ലിമിറ്റ് പോയിന്റ് ആവുന്നില്ല ബൗണ്ടറി പോയിന്റ്സ്. ദർഫോർ എച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ഓഫ് സി ആയിരിക്കും. ദാറ്റ് ഈസ് എച്ച് ക്ലോഷർ ഈസ് സബ്സെറ്റ് ഓഫ് ജി ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി ഇതന്നെ ഇപ്പം നമ്മൾ എ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചോ. എ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പറയാം അല്ലേ, കാരണം എച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ സെറ്റായി. ഇൻഫിനിറ്റി ആണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ ബോൾ കണ്ടുപിടിക്കാൻ പറ്റും, അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ ആ കേസിലും നമുക്ക് എന്ത് പറയാൻ പറ്റും, എച്ച് ക്ലോഷർ ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്നിങ് ജി. അപ്പോൾ ഇൻ ഏതർ കേസ് ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് എന്തിലേക്ക് വരുന്നില്ല, നമ്മുടെ എച്ച് എന്ന് പറഞ്ഞ സെറ്റിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എച്ച് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ എച്ച് ബൗണ്ടഡ് ആണ്. ദർഫോർ എച്ച് ക്ലോഷറിലും നമുക്ക് എന്ത്, എച്ച് ക്ലോഷർ ഈസ് ആൾസോ സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ ജി ആണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പോയിന്റ് എച്ച് ക്ലോഷറിനും വരുന്നില്ല. ദർഫോർ എച്ച് ക്ലോഷർ ഈസ് ആൾസോ ബൗണ്ടഡ് ആണ്. ദർഫോർ ഇറ്റ് ഈസ് കോമ്പാക്റ്റ് ആണ്. കാരണം എച്ച് ക്ലോഷർ ഈസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ് ആയതുകൊണ്ട് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ്, അത് ബൗണ്ടഡ് സെറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ സെക്കൻഡ് വേർഷൻ ഓഫ് മാക്സിമം മോഡുലസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫോർ ഓൾ സെറ്റ് ഇൻ ബൗണ്ടറി ഓഫ് എച്ച് വി ഹാവ്
or we can say that maximum of modulus of f of z such that z belongs to H closure is equal to maximum of modulus of f of z such that z belongs to dou h എന്ന് പറയാം. നമുക്ക് സെക്കൻഡ് വേർഷൻ ഓഫ് മാക്സിമം മോഡുലസ് തിയറം അപ്ലൈ ചെയ്ത കഴിഞ്ഞാൽ അവിടെ നമുക്ക് തന്നിട്ടുള്ളത് ജി ഒരു ബൗണ്ടഡ് സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജി ഒരു ബൗണ്ടഡ് ഓപ്പൺ സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ജി ക്ലോഷറിലുള്ള മാക്സിമം സെറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എച്ച് ഒരു ബൗണ്ടഡ് ഓപ്പൺ സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ആ തിയറം പ്രകാരം നമുക്കിതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ എച്ച് ക്ലോഷറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഷോ ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ബൗണ്ടറിയിലാണ് എന്തായാലും മാക്സിമം അറ്റൈൻ ചെയ്യുക. എഫ് ഓഫ് സെറ്റിൽ എച്ചിൽ എഫ് ഓഫ് സെറ്റിൻ്റെ മാക്സിമം നടക്കുന്നത് എവിടെയാണ്? മോഡ് എഫ് ഓഫ് സെറ്റിൻ്റെ മാക്സിമം നടക്കുന്നത് ബൗണ്ടറിയിലാണെന്ന് കിട്ടി. ഇനി നമ്മൾ കാണിക്കാൻ പോണത് എച്ച് ക്ലോഷർ എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ അതിൻ്റെ സബ്സെറ്റ് ആണ് എന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എച്ച് ക്ലോഷർ എന്നൊരു പോയിന്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് ക്ലോഷറിൽ പോയത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് സെഡ് എൻ കണ്ടുപിടിക്കാൻ പറ്റും. എച്ചിലെ സീക്വൻസ് സച്ച് ദാറ്റ് സെഡ് എൻ കൺവേർജസ് ടു സെഡ് ആയിട്ടുള്ളത് അല്ലേ. പിന്നെ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സെഡ് എൻ ആൾസോ കൺവേർജസ് ടു എഫ് ഓഫ് സെഡിലേക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് എൻ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ വിച്ച് ഈസ് വി ഹാവ് all zn are belongs to h. therefore modulus of f of zn ഒക്കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ ആയിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെ പറയാം. കാരണം എച്ചിലെ പ്രോപ്പർട്ടി പ്രകാരം നമുക്കത് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ എന്ന് പറയാം. ഇത് ലിമിറ്റിംഗ് കേസ് ആയതുകൊണ്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷനും കൂടി വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ ദാറ്റ് ഈസ് മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ. അതിൻ്റെ അർത്ഥം എന്താ? സെഡ് ബിലോങ്സ് ടു ദിസ് സെറ്റ്. അതായത് എച്ച് ക്ലോഷറിൽ ഒരു പോയിന്റ് എടുത്തപ്പോൾ നമുക്ക് ആ സെഡ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ സബ്സെറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആവുന്നതാണ് എച്ച്. എച്ച് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സബ്സെറ്റും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഈക്വൽ ടു ആവുന്ന സെറ്റായിരിക്കും എച്ച് ക്ലോഷർ വരിക. അതിൻ്റെ ബൗണ്ടറി വരിക അല്ലേ. ഈക്വൽ ടു ആവുന്ന പോയിന്റ്സുകളായിരിക്കും അതിൻ്റെ ബൗണ്ടറി ഡോ എച്ച് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും. therefore അത് സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ we can say that dou h equal to set of all z such that mod f of z is equal to m plus delta. കാരണം h എന്ന് പറയുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ ആയിട്ടുള്ള പോയിന്റ്സുകളായിരിക്കും. നമ്മളെടുത്തിപ്പോൾ ഉള്ളത് ഡോ എച്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ z such that mod f of z ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ അല്ലേ. അപ്പോൾ എച്ചിൻ്റെ ബൗണ്ടറിയത്തെ പോയിന്റ്സിനൊക്കെ എന്താണ് വരുന്നത്? മോഡ് എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ എച്ചിലെ പോയിന്റിന് എന്താണുള്ളത്? മോഡ് എഫ് ഓഫ് സെറ്റ് എന്താണ്? ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ബൗണ്ടറിയിലാണ് എഫ് ഓഫ് സെറ്റിന് മാക്സിമം നടക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതായത് എച്ച് ക്ലോഷർ എടുത്താൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമം ഓഫ് മോഡ് എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു എച്ച് ക്ലോഷർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? മാക്സിമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് ബിലോങ്സ് ടു ഡോ എച്ചിനോട് ഈക്വലാണ് അല്ലേ. അപ്പോൾ എച്ച് ക്ലോഷറിൽ മൊത്തം എടുത്താൽ അതിൽ ഏതൊരു സെറ്റ് എടുത്താലും അവിടെ എഫ് ഓഫ് സെറ്റിൻ്റെ മാക്സിമം നടക്കുന്നതിന് ബൗണ്ടറിയിലാണ്. ബൗണ്ടറിയിലാണെങ്കിലോ എം പ്ലസ് ഡെൽറ്റ ആണ് താനും മോഡ് എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ. ഫോർ എവരി സെറ്റിനും നമുക്ക് എം പ്ലസ് ഡെൽറ്റയാണ്. അപ്പോൾ നമുക്ക് ഫോർ ഓൾ സെറ്റിനും നമുക്ക് ഇങ്ങനെ പറയാം. ദാറ്റ് ഈസ് for all z belongs to h closure maximum m plus delta അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞൂടെ. കാരണം മാക്സിമം എം പ്ലസ് ഡെൽറ്റ ആണെന്നാണ് കിട്ടിയത്. കാരണം ബൗണ്ടറിയിൽ വരുന്നത് എം പ്ലസ് ഡെൽറ്റയാണ്, അതാണ് മാക്സിമം. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ എന്ന് കിട്ടി. അപ്പോൾ ഏത് z belongs to h ക്ലോഷർ ആയാൽ തന്നെ ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഫോർ എവരി z belongs to h ഈസ് ഓൾസോ വി ഹാവ് മോഡ് എഫ് ഓഫ് സെറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ. അപ്പോൾ ഇപ്പോൾ തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയത് എച്ചിലാണെങ്കിൽ ഒരു പോയിന്റ് എച്ചിലുള്ള സെറ്റ് ആണെങ്കിൽ മോഡ് എഫ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ എന്നാണ് അല്ലേ. ബൈ ഡെഫിനിഷൻ ഓഫ് എച്ച് വി ഹാവ് z ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് സെറ്റ് എന്തായിരിക്കും? ലെസ് ദാൻ എം പ്ലസ് ഡെൽറ്റ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ എച്ചിൽ ആണെങ്കിൽ ഇതും സാറ്റിസ്ഫൈ ചെയ്യണം, ഇതും സാറ്റിസ്ഫൈ ചെയ്യണം. അത് രണ്ടും കൂടി എന്തായാലും നടക്കൂല. അത് രണ്ടും കൂടി നടക്കണമെങ്കിൽ എന്ത് വരണം? ഒന്നെങ്കിൽ എഫ് ഒരു കോൺസ്റ്റൻ്റ് ആയി മാറണം, അല്ലെങ്കിൽ എച്ച് ഈക്വൽ ടു 5 ആവണം. അപ്പോൾ എച്ച് ഈക്വൽ ടു 5 ഓർ എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ എഫ്
എച്ച് ഈക്വൽ ടു 5 ആണെങ്കിൽ ഇത് ക്ലിയർലി നടക്കും അല്ലേ. എച്ച് ഈക്വൽ ടു 5 ആണെങ്കിൽ പിന്നെ ഇത് രണ്ടും കൂടി നടക്കണമെങ്കിൽ എച്ച് ഈക്വൽ ടു 5 ആവണം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ആണ് എച്ച്, സെഡ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ ഓഫ് എച്ച് മോഡ് എഫ് ഓഫ് സെഡ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇടുന്നതുകൊണ്ടും, കാരണം ഈക്വൽ ടു ആവുന്നില്ല, അപ്പോൾ ഗ്രേറ്റർ ദാൻ തന്നെയാണ്, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ. അപ്പം നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തായാലും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു എച്ച് നമുക്ക് എഫ് ഓഫ് സെഡ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ആണ്. ദർഫോർ എഫ് ഓഫ് സെഡ് മോഡ് എഫ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നതിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ എച്ച് ഈക്വൽ ടു 5 ആണെങ്കിൽ ഇത് നടക്കും, അല്ലെങ്കിൽ എഫ് ഒരു കോൺസ്റ്റൻ്റ് ആവണം. എഫ് കോൺസ്റ്റൻ്റ് ആയാൽ ഇങ്ങനെ രണ്ടും കൂടി ആവും, അപ്പോൾ ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ എന്ന് പറയാം അല്ലേ. അപ്പോൾ എഫ് കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ ഒന്നെങ്കിൽ എച്ച് ഈക്വൽ ടു 5 അല്ലെങ്കിൽ എഫ് ഇസ് എ കോൺസ്റ്റൻ്റ്. അതായത് എച്ച് നോട്ട് ഈക്വൽ ടു 5 ആവുന്ന സമയത്ത് എഫ് ഒരു കോൺസ്റ്റൻ്റ് ആവും. ഇനി എഫ് കോൺസ്റ്റൻ്റ് ആയാലോ, എഫ് കോൺസ്റ്റൻ്റ് ആയാൽ നമുക്ക് എച്ചിൻ്റെ ഡെഫിനിഷൻ അറിയാം. സെറ്റ് ഓഫ് ഓൾ സെഡ് സച്ച് ദാൻ മോഡ് എഫ് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ എച്ച് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് എച്ച് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ മോഡ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആവൂലേ, കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കോൺസ്റ്റൻ്റ് നമുക്ക് കിട്ടുന്നത് എം പ്ലസ് ഡെൽറ്റ എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ് താനും. അപ്പോൾ എം പ്ലസ് ഡെൽറ്റനേക്കാൾ വലിയ സെഡുകൾ എന്ന് പറയാനുണ്ടാവില്ല, കാരണം എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണ്, ത്രൂ ഔട്ട് അതിൻ്റെ വാല്യൂ എം പ്ലസ് ഡെൽറ്റയാണ്. അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എം പ്ലസ് ഡെൽറ്റ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ആ കേസിലും എന്ത് തന്നെയാവും, എച്ച് ഈക്വൽ ടു 5 ആവും. അപ്പോൾ ഇനി ഏതൊരു കേസ് എച്ച് ഈക്വൽ ടു 5, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് മാക്സിമം മോഡുലസ് തിയറത്തിൻ്റെ തേർഡ് വേർഷന്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.